നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ചില റീൽസ് കണ്ടു. അത് നമ്മുടെ ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമയിലെ ചിറക്കൽ ശ്രീഹരിയും ഇന്ദുലേഖയും രാമനുണ്ണിയും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ആ സിനിമയിലെ ചില ഭാഗങ്ങളാണ് ആ റീൽസിൽ കണ്ടത്. ഇതിൽ രാമനുണ്ണിയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഡയലോഗുകളും കുറച്ച് കാര്യങ്ങളുമാണ് ആ റീൽസിൽ കൂടുതലായിട്ടും കണ്ടത്. താൻ എത്രത്തോളം ഇന്ദുലേഖയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് രാമനുണ്ണി പറയുന്നതും, തൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, തീവ്രതയെക്കുറിച്ച്, അതിൻ്റെ ലോഞ്ചിവിറ്റിയെക്കുറിച്ച് രാമനുണ്ണി പറയുന്നതും, തനിക്കതിനെ അവളെ എങ്ങനെ മറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും, അതൊക്കെയാണ് കാണിക്കുന്നത്. നല്ല നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ ഞാൻ നോക്കി. ഒന്നിൽ കൂടുതൽ 4-5 റീൽസ് മിനിമം ഞാനത് കണ്ടിട്ടുണ്ട്. അതിലെല്ലാം താഴെ വന്ന കമൻറ്റുകളിൽ ഒരു വലിയൊരു വിഭാഗം പേര് പറയുന്നത് രാമനുണ്ണിയുടെ യഥാർത്ഥ പ്രണയം, ക്യോട്ട് ആൻഡ് ക്യോട്ട് ട്രൂ ലവ് ആണ്. രാമനുണ്ണി ആയിരുന്നു ഇന്ദുലേഖയെ വിവാഹം കഴിക്കേണ്ടിയിരുന്നത്, അങ്ങനെയാകണമായിരുന്നു ക്ലൈമാക്സ്, രാമനുണ്ണിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ രീതികളാണ്. അതിൽ ഒരുപാട് അത്ഭുതം തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രാവണനും ദുര്യോധനും ഒക്കെ ഹീറോസ് ആവുന്നൊരു രീതിയാണല്ലോ പലയിടത്തും ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്, ഈ ട്രൂ ലവ് എന്ന് പറയുന്ന എന്താ അത് സാധനം? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ട്രൂ ലവ്, ഫോൾസ് ലവ്, അല്ലെങ്കിൽ നോട്ട് സോ ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടോ? എനിക്കറിയില്ല, ഞാനതിൽ വിധി കൽപ്പിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ ആരുടെയും അനുവാദം വേണ്ട. നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരാളെ സ്നേഹിക്കാം. അതിന് ഇന്ന കണ്ടീഷൻസ് വേണമെന്നില്ല, ഇന്ന ആളുകൾ, ഇന്ന ക്വാളിഫിക്കേഷൻസ് വേണം എന്നൊന്നുമില്ല. കാര്യം സ്നേഹത്തിന് അങ്ങനത്തെ നിയമങ്ങളോ നിബന്ധനകളോ ഇല്ല. ലവ് ഇസ് ബ്ലൈൻഡ് എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ നമുക്ക് അതിനുള്ള പൂർണ്ണ അവകാശമുണ്ട്. എത്രത്തോളം ഇൻറ്റൻസിറ്റിയോടെ സ്നേഹിക്കണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് ആരും കൈകടത്തേണ്ടതില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആ സ്നേഹം സ്വീകരിക്കണോ, തിരിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കണോ എന്നുള്ളത് മറ്റേയാളുടെ സ്വാതന്ത്ര്യമാണ്, അല്ലേ? ഈ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറക്കുന്നു, റീൽസിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും, അല്ലേ? അപ്പോൾ ഈ ഉദാഹരണത്തിൽ രാമനുണ്ണിക്ക് ഇന്ദുലേഖയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ചിലപ്പോൾ അഗാധമായിരിക്കാം, തീവ്രമായിരിക്കാം, സത്യസന്ധമായിരിക്കാം. സത്യസന്ധമാണോ അല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ കിടക്കണില്ല ഇപ്പോൾ. പക്ഷേ അതെത്രയായിരുന്നാലും തിരിച്ചിങ്ങോട്ട് രാമനുണ്ണിയെ സ്നേഹിക്കണോ, ശ്രീഹരിയെ സ്നേഹിക്കണോ, അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹിക്കണോ എന്നുള്ളത് ടോട്ടലി അവരുടെ ഫ്രീഡമാണ്. ഇത് സിനിമയിലായാലും റിയൽ ലൈഫിലേക്കും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരാളെ ഒരുപാട് സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. ഈ ഒരു സിമ്പിൾ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ നിയമങ്ങൾ എങ്ങനെ ബാധകമല്ലയോ, അതുപോലെ തന്നെ അയാൾക്ക് നമ്മളെ തിരിച്ച് സ്നേഹിക്കാനും നിരാകരിക്കാനും നിയമങ്ങളൊന്നും ബാധകമല്ല. നമ്മുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്, നമ്മുടെ സോഷ്യൽ ഫിനാൻഷ്യൽ ആട്രിബ്യൂട്ട്സ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും ഇന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നീ എന്നെ സ്നേഹിച്ചില്ല, എന്നെ സ്നേഹിക്കാതിരിക്കാൻ എന്താണ് നിനക്കുള്ള കാരണം എന്നുള്ള ചോദ്യത്തിന് ആക്ച്വലി പ്രസക്തിയില്ല. കാര്യം ആ സ്നേഹത്തിന് അങ്ങനെ ഇന്നതുണ്ടെങ്കിൽ സ്നേഹിക്കാം എന്നൊരു നിയമം ഇല്ല എന്നത് തന്നെയാണ്. ഇത് നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു ഫീലിംഗ് ആണ്. ചിലർക്ക് ചിലരോടത് തോന്നും. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം. അത് മറ്റൊരാൾക്ക് വാലിഡ് ആവാം, വാലിഡ് അല്ലാതിരിക്കാം. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ട്. കാര്യം അവിടെ വേറെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ക്രൈറ്റീരിയസ് ഉണ്ട്. പക്ഷെ പ്രണയത്തിൽ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് ചിലർക്ക് ദുഃഖകരമായിരിക്കാം, പക്ഷെ ആ സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മറ്റേയാളുടെ ജീവിതത്തിലും വേറെ പലരുടെയും ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലേ? ഇനി ചിലപ്പോൾ നമ്മുടെ ആ സമയത്തെ മാനസികാവസ്ഥ കാരണം നമുക്ക് താൽക്കാലികമായി അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളൊരാളെ വല്ലാതെ സ്നേഹിച്ചു, അവർ തിരിച്ച് സ്നേഹിക്കുന്നില്ല. താൽക്കാലികമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിത പരിചയം കൊണ്ടും നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും കൂടുതൽ നമ്മുടെ ചിന്താഗതി വികസിക്കുന്നതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ്. എങ്കിലേ എല്ലാവർക്കും സമാധാനം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ട്രൂ ലവ് എന്താണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എന്തല്ല ട്രൂ ലവ് എന്ന് ഞാൻ പറയാം. നമ്മൾ സോ കോൾഡ് സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കാതെ നാം അവരെ ഉപദ്രവിക്കാൻ, ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ, ഫിസിക്കലിയോ മെൻ്റലിയോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ ഹാം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ട്രൂ ലവ് അല്ല. അത് പൊസസീവ്നെസ്സോ ഗ്രീഡോ ലസ്റ്റോ വേറെ എന്തൊക്കെയോ ആണ്. കാര്യം യഥാർത്ഥ സ്നേഹത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ ഹിതമാണ് നോക്കുക, പ്രിയമല്ല, അല്ലേ? അവർക്ക് എന്താണോ നല്ലത്, അതെന്താണ് അവരുടെ ചോയ്സ്, അത്തരം കാര്യങ്ങളെ നമ്മൾ ബഹുമാനിക്കും. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല, പിടിച്ചു വാങ്ങേണ്ട കാര്യവുമല്ല. അങ്ങനെ വാങ്ങാൻ ശ്രമിച്ചിട്ട് കാര്യവുമില്ല, ആർക്കും ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ യുവതലമുറ കൂടുതലായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു സിമ്പിൾ കാര്യം മനസ്സിലാക്കാതെ വരുന്നതാണ്
എന്താ പറയുക, പല നിരാശാകാമുകനായി നടക്കുന്ന സിമ്പിളായിട്ടുള്ള അത്തരത്തിലുള്ള നമ്മളെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ തൊട്ട് മറ്റൊരാളുടെ ആസിഡ് ആക്രമണം നടത്തുന്ന ഉൾപ്പെടെ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ഉൾപ്പെടെ ക്രൈംസിലേക്ക് വരെ, ഔട്ട്റൈറ്റ് ക്രൈംസിലേക്ക് വരെ നയിക്കുന്നത് ഈ ഒരു സിമ്പിൾ കാര്യം മനസ്സിലാകാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ്. ദർ ഇസ് എ തിങ് കോൾഡ് കൺസെൻറ്റ്, CONSENT, കൺസെൻറ്റ്. ഈ ഒരു വാക്ക് നമ്മൾ എപ്പോഴും മനസ്സിലോർക്കണം. കൺസെൻറ്റ് ഇല്ലാതെ ഒരാളെ നമുക്ക് നമ്മുടെ മനസ്സിൽ സ്നേഹിക്കാം, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ നമുക്ക് അവകാശമില്ല. എ നോ ഈസ് എ നോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? പിന്നെ നമ്മൾ ബാക്കി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിലും അത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു പൊതു ചിന്താഗതിയിൽ വന്ന ചെറിയ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള റീൽസിൽ രാമനുണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് വിശ്വാസം. പിന്നെ നല്ല കാര്യം എന്തെന്നാൽ ചിലർ അതിൻ്റെ ഇടയിലും പറയുന്നുണ്ട്, അയാൾക്ക് അവളെ സ്നേഹിക്കാം, തിരിച്ചവളെ സ്നേഹിക്കണമെന്നില്ല, ദാറ്റ്സ് ഹെർ ചോയ്സ്. ഇത് തിരിച്ചു ബാധകമാണ് കേട്ടോ. ഇതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്പെഷ്യൽ ഇതൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണ്. ഈ ഒരു ഉദാഹരണത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലേ? ഇനി ബാക്കിയുള്ളവരുടെ കാര്യം അവിടെ നിൽക്കുന്നു, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി തിരിച്ചിങ്ങോട്ട് സ്നേഹം ലഭിക്കാത്ത പ്രണയങ്ങളിൽ കുരുങ്ങി നമ്മുടെ ജീവിതം തന്നെ കളയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഇത്. ഓരോ പ്രായത്തിൽ നമുക്ക് ചിലപ്പോൾ പലതരം ചിന്തകൾ തോന്നിയേക്കാം, അത് പ്രായത്തിൻ്റെയാണ്, സ്വാഭാവികമാണ്. പക്ഷെ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്ന് സ്വന്തം ജീവിതവും നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ എല്ലാ പൊട്ടൻഷ്യലും നശിപ്പിച്ച് കളയുന്നത് ഒരു മെച്യൂർ ഇതായിട്ട് തോന്നുന്നില്ല. അതിനെ നമ്മുടെ കഥകളും കവിതകളും എത്രത്തോളം ഗൃഹാതുരത്വവും മ്യൂസിക്കും എല്ലാം ചേർത്ത് എത്രയത് നമ്മൾ ഗ്ലോറിഫൈ ചെയ്താലും, എത്രയൊക്കെ ഇമോഷണൽ മെലോഡ്രാമ അതിനോട് ചേർത്താലും ബേസിക്കലി അത് ഒരു ബുദ്ധിപരമായ ഡിസിഷനായിട്ട് തോന്നുന്നില്ല. അതൊരു നൈതികമായ ഡിസിഷനുമാണോ? നമുക്ക് നമ്മുടെ ജീവിതത്തോട് കടപ്പാടില്ലേ? നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ? നമ്മളെ ഇതുപോലെ ആക്കാൻ നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സഹിച്ചിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ തനിയെ ഉണ്ടായ ആൾക്കാരല്ല. ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ ജീവിതം നമ്മുടേതാണ്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം, ഇൻഡിവിജ്വലിസം തീർച്ചയായിട്ടും വേണം. പക്ഷെ പൂർണ്ണമായിട്ട് എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ബാക്കി എല്ലാം മറന്ന് നശിപ്പിച്ച് കളയത്തക്കവണ്ണം വിലയില്ലാത്തതല്ല നമ്മുടെ ജീവിതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചിന്താഗതിയെ ചിലരെങ്കിലും പിന്തിരിപ്പൻ ചിന്താഗതി എന്ന് പറയാം, ആയിക്കോട്ടെ, അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഫേസുകൾ മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കരുത്, അല്ലേ? അതിൽ നിന്ന് കഴിയുന്നത്ര വേഗം പുറത്തു കിടക്കാൻ കഴിയണം, അല്ലേ? അപ്പം ഈ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് വർത്ത്, നമുക്ക് നമ്മളോട് തന്നെയുള്ള നൈതികത, സെൽഫ് ജസ്റ്റിസ്, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് വർത്ത്, സെൽഫ് ജസ്റ്റിസ് എന്നീ കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ എപ്പോഴും ഓർക്കുക, ഈ കാര്യങ്ങൾ ഓർക്കുക. നമുക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും പല തെറ്റിദ്ധാരണകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനും ഒഴിഞ്ഞു മാറാനും ഈ ചിന്താഗതി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുന്നുകൊണ്ട് കഴിയും. ഓക്കെ, അപ്പോൾ കൺസെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ട്രൂ ലവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമുക്കൊരാളെ സ്നേഹിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, തിരിച്ചയാളെ സ്നേഹിക്കണമെന്നില്ല, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിയമങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. എന്തല്ല ട്രൂ ലവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി വൺ സൈഡഡ് ലവ് ആണെങ്കിൽ തന്നെയും അതിൽ സെൽഫ് റെസ്പെക്ട്, സെൽഫ് വർത്ത് ആൻഡ് സെൽഫ് ജസ്റ്റിസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ചിന്തകൾക്ക് വിടുന്നു. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. താങ്ക് യു.